DCCകളിൽ അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ്. പ്രവർത്തനം മോശമായ DCCകളിൽ പുനഃസംഘടന നടപ്പിലാക്കാനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. ഇതോടെ പകുതിയോളം ജില്ലാ പ്രസിഡന്റുമാർക്ക് സ്ഥാനം പോകുമെന്ന കാര്യം ഉറപ്പായി. പരാതികൾ നേരിടുന്ന DCC പ്രസിഡന്റുമാരെ മാറ്റാനാണ് ആലോചിക്കുന്നത്. നിലവിൽ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് എന്നീ ജില്ലകളിലെ DCC പ്രസിഡന്റുമാർ ഒഴികെയുള്ളവർക്കെതിരെ ഗൗരവ സ്വഭാവത്തിലുള്ള പരാതികളുണ്ട്. തൃശൂരിലാവട്ടെ ജോസ് വള്ളൂർ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് ഇപ്പോഴും ആളായിട്ടില്ല. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിക്കെതിരെ തിരുവനന്തപുരം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പരാതികൾ ഉന്നയിച്ചിരുന്നു. കാസർഗോഡ് DCC നേതൃയോഗം രക്തസാക്ഷികളെ അവഗണിക്കുന്നുവെന്ന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പുനഃസംഘടനയിലെ കുറി സ്ത്രീകളും വേണമെന്നതാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ഏറ്റവും കുറഞ്ഞത് ഇത്തവണ ഒരാളെയെങ്കിലും ഉൾപ്പെടുത്തിയാൽ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനാവാനാണ് ഏറെ സാധ്യത. KP ശ്രീകുമാറിന്റെ പേരും ആലപ്പുഴയിൽ പരിഗണനയിലുണ്ട്. തിരുവനന്തപുരത്താകട്ടെ KS ശബരിനാഥ്, RV രാജേഷ്, ചെമ്പഴന്തി അനിൽ എന്നിവർക്കാണ് പ്രധാന പരിഗണന. കൊല്ലത്ത് ജ്യോതികുമാർ ചാമക്കാല, സൂരജ് രവി, ശൂരനാട് രാജശേഖരൻ എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. ജോസ് വള്ളൂരിനു പകരം തൃശൂരിൽ അനിൽ അക്കരെ, ജോസഫ് ടാജറ്റ്, TV ചന്ദ്രമോഹനൻ, MP ജാക്സൺ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. ജംബോ കമ്മിറ്റി എന്ന ആരോപണം നേരിടുന്ന KPCC സെക്രട്ടറിമാരുടെ പട്ടികയിലും കാര്യമായ അഴിച്ചുപണിയുണ്ടാകും. അടുത്തയാഴ്ച വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തിൽ നിന്ന് സെക്രട്ടറിമാരെ ഒഴിവാക്കിയത് ഇതിന്റെ കൂടി സൂചനയാണ്. പ്രവർത്തനം മോശമായവർക്കാണ് പണി കിട്ടുന്നത്. ഗ്രൂപ്പ് പ്രാതിനിധ്യത്തിൽ സ്ഥാനം കിട്ടിയവർ ജോലി ചെയ്തില്ല എന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. പകരം കൂടുതൽ യുവാക്കളെ പാർട്ടി പദവികളിലേക്ക് പരിഗണിക്കും എന്നായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റിന്റെ പ്രവർത്തനം വളരെ മോശമായിരുന്നു. വലിയ രീതിയിലുള്ള പരാതി DCC അധ്യക്ഷനെതിരെ ഉയർന്നിരുന്നു. മറ്റു ജില്ലകളിലെ അധ്യക്ഷന്മാരും പരാജയമാണ് എന്ന് തന്നെയാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരവും രാഹുൽ തരംഗവുമാണ് ഇത്തവണ മികച്ച വിജയം നേടാൻ സഹായിച്ചതെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതിൽ DCC അധ്യക്ഷന്മാർക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ വരുന്നത്. വിജയത്തിന്റെ മേനിയിൽ ഈ DCC പ്രസിഡന്റുമാരെ തുടരാൻ അനുവദിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫലം തിരിച്ചടിയാകുമെന്ന് പാർട്ടി കരുതുന്നു. അതിനാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ അത് പോരാ എന്ന് തന്നെയാണ് നേതൃത്വത്തിന് നന്നായി അറിയാം. ഈ സാഹചര്യത്തിലാണ് അടിയന്തര പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ KPCC DCC തലങ്ങളിൽ അഴിച്ചുപണി വേണമെന്ന് തന്നെയാണ് കോൺഗ്രസിൽ മുറവിളി ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഉടനെയുള്ള ഈ നീക്കങ്ങൾ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ നിലവിലെ സംവിധാനം മതിയാകില്ലെന്ന നിലപാടിലാണ് പ്രബല വിഭാഗം വാദിച്ചിരുന്നു. KPCC തലപ്പത്തും 9, 10 DCCകളിലും മാറ്റം വേണമെന്നായിരുന്നു അന്നത്തെ ആവശ്യം. പ്രായം, പ്രവർത്തന മികവ്, സാമുദായിക സമവാക്യം എന്നിവ പരിഗണിക്കാതെയാണ് കഴിഞ്ഞ തവണ DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചതെന്ന് വിമർശനമുണ്ടായിരുന്നു. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ ഇതുണ്ടാക്കിയ അസ്വാരസ്യം ചെറുതൊന്നുമല്ല. പ്രസിഡന്റുമാർ നിർജ്ജീവമായ പല ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ താറുമാറായതായി വിമർശനമുണ്ടായി. കഴിഞ്ഞയിടെ ചേർന്ന KPCC തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയമുറപ്പിച്ചെങ്കിലും സംഘടനാ വീഴ്ച നേതാക്കളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാ സീറ്റിൽ വിജയിച്ചാലും അഴിച്ചുപണി വേണമെന്ന വികാരം ചർച്ചയിലുമുണ്ടായി. ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണമെന്നാണ് MK രാഘവൻ പറഞ്ഞത്. തൃശൂരിൽ 200ഓളം ബൂത്തുകളിൽ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല എന്ന് K മുരളീധരനും തുറന്നടിച്ചിരുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 25 മുതൽ 50 വരെ ബൂത്തുകൾ കാര്യക്ഷമമല്ലായിരുന്നു. സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്ന വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനായില്ല തുടങ്ങിയ വിമർശനങ്ങളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ പാർട്ടിക്കകത്തു നിന്നുണ്ടായി. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നേതൃമാറ്റത്തിനുള്ള ആവശ്യത്തിലേക്കാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആദ്യാവസാനം യോഗത്തിൽ പങ്കെടുത്തതിനാലാണ് KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് പരസ്യമായ ചർച്ച നടക്കാതിരുന്നത്.